നമസ്കാരം. രാഹുൽ മാങ്കൂട്ടത്തിൽ എംഎൽഎക്കെതിരായ ലൈംഗികാതിക്രമ കേസിൽ അന്വേഷണത്തിന് വേഗം കൂട്ടി ക്രൈംബ്രാഞ്ച്. ഇതുവരെ പുറത്തു വന്നിട്ടില്ലാത്ത രാഹുലിന്റെ ടെലിഗ്രാം ചാറ്റുകളും ശബ്ദരേഖകളും അന്വേഷണ സംഘം ശേഖരിച്ചു. പരാതിക്കാരിയുടേതുൾപ്പെടെയുള്ള മൊഴിയെടുക്കൽ നടപടികൾ ഇപ്പോൾ അന്തിമഘട്ടത്തിലെന്നാണ് സൂചന. ഇരയുമായി കൂടിക്കാഴ്ച നടത്തിയ മാധ്യമപ്രവർത്തകയുടെ മൊഴിയും ക്രൈംബ്രാഞ്ച് രേഖപ്പെടുത്തി. രാഹുൽ അശ്ലീല സന്ദേശം അയച്ചെന്ന ആരോപണമുന്നയിച്ച നടി റിനി ആൻ ജോർജിന്റെ മൊഴിയും ക്രൈംബ്രാഞ്ച് ശേഖരിച്ചിട്ടുണ്ട്. ഗർഭചിത്രത്തിന് ഇരയായ യുവതിയുടെ മൊഴി രേഖപ്പെടുത്താൻ അന്വേഷണ സംഘം ശ്രമം നടത്തുകയാണ്. ഇത് കേസിൽ നിർണായകമാണ്. രാഹുൽ മാങ്കൂട്ടത്തിന് കുരുക്കുമുറുക്കുന്ന നീക്കമാണ് ക്രൈംബ്രാഞ്ച് നടത്തുന്നത്. രാഹുലിനെതിരെ പരാതി നൽകിയ അഭിഭാഷകനടക്കമുള്ളവരുടെ മൊഴിയെടുക്കുകയായിരുന്നു ക്രൈംബ്രാഞ്ച് ആദ്യം ചെയ്തത്. തുടർന്നാണ് തെളിവ് ശേഖരണത്തിലേക്ക് കടന്നത്. രാഹുൽ മാങ്കൂട്ടത്തിൽ ഗർഭചിത്രത്തിന് നിർബന്ധിക്കുന്ന ശബ്ദരേഖ അടക്കം ക്രൈംബ്രാഞ്ച് പരിശോധിച്ചു. ഇതിനുശേഷമാണ് ടെലഗ്രാം ചാറ്റുകൾ അടക്കം ശേഖരിച്ചത്. നേരത്തെ യുവതിയെ ഗർഭചിത്രത്തിന് നിർബന്ധിക്കുന്ന രാഹുലിന്റെ ടെലഗ്രാം ചാറ്റുകൾ പുറത്തു വന്നിരുന്നു. ഇതിന് പുറമെയുള്ള ചാറ്റുകൾ ക്രൈംബ്രാഞ്ച് ശേഖരിച്ചതായാണ് വിവരം. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ യുവനടിയുടെ മൊഴിയിൽ ക്രൈംബ്രാഞ്ച് നിയമോപദേശം തേടിയിരുന്നു. വെളിപ്പെടുത്തലിൽ ഉറച്ചുനിന്ന നടി രാഹുൽ അയച്ച മെസ്സേജുകളുടെ സ്ക്രീൻഷോട്ട് ക്രൈംബ്രാഞ്ചിന് നൽകുകയായിരുന്നു. തെളിവുകൾ കൈമാറിയെങ്കിലും നിയമ നടപടിക്ക് താൽപര്യമില്ല എന്നായിരുന്നു നടി അറിയിച്ചത്. കൂടാതെ രാഹുലിനെതിരെ ആരോപണമുന്നയിച്ച മറ്റു 2 സ്ത്രീകളും നിയമപരമായി നീങ്ങില്ലെന്ന് വ്യക്തമാക്കിയിരുന്നു. ഇതോടെയാണ് രാഹുലിനെതിരെ കേസെടുക്കുവാൻ ക്രൈംബ്രാഞ്ച് കൂടുതൽ നിയമവശം പരിശോധിച്ചത്. രാഹുൽ മാങ്കൂട്ടത്തിൽ എംഎൽഎ ലൈംഗികാരോപണ കേസിൽ ജയിലിലാക്കാൻ ഇറങ്ങിയ ക്രൈംബ്രാഞ്ച് ഒടുവിൽ തോറ്റു പിന്മാറുന്ന കാഴ്ചയായിരുന്നു. രാഹുലിനെതിരെ ആരോപണമുന്നയിച്ച ചിലരെ കണ്ടു ചോദിച്ചെങ്കിലും അവർക്കാർക്ക് നിയമ നടപടികൾക്ക് താൽപര്യമില്ലെന്ന് അറിയിച്ചതോടെയാണ് ചുവടുമാറ്റമുണ്ടായത്. ഈ സാഹചര്യത്തിൽ എംഎൽഎക്കെതിരെ മൊഴി നൽകിയ യുവനടി റിനി ലൈംഗികാപവാദ കേസിൽ സാക്ഷിയാക്കാൻ ക്രൈംബ്രാഞ്ച് തീരുമാനിച്ചു. റിനിയുടെ കയ്യിൽ നിന്നും പരാതി എഴുതി വാങ്ങാൻ ക്രൈംബ്രാഞ്ച് ഉന്നതർ ശ്രമം നടത്തിയെങ്കിലും അത് വിജയിക്കാത്തതിനെ തുടർന്നാണ് ഇത്തരത്തിൽ നടിയെ സാക്ഷിയാക്കാൻ തീരുമാനിച്ചത്. രാഹുൽ തനിക്ക് അശ്ലീല സന്ദേശം അയച്ചു എന്ന ആരോപണം മാത്രമാണ് ഈ നടി ക്രൈംബ്രാഞ്ചിന് നൽകിയത്. തെളിവായി ചില സ്ക്രീൻഷോട്ടുകളും കൈമാറുകയായിരുന്നു. അതേസമയം തനിക്ക് പരാതി നൽകാൻ താല്പര്യമില്ലെന്ന് അവർ ക്രൈംബ്രാഞ്ചിനെ അറിയിക്കുകയും ചെയ്തു. തുടർന്ന് ഹൈക്കോടതിയിലെ സർക്കാർ അഭിഭാഷകരുമായി ചർച്ച നടത്തിയ സംഘം അവരുടെ നിയമപ്രകാരം നടിയെ സാക്ഷിയാക്കാൻ തീരുമാനിക്കുകയായിരുന്നു. നടി നൽകിയ തെളിവുകൾ രാഹുലിനെതിരെ ഗുരുതര കുറ്റം ചുമത്തുവാൻ പര്യാപ്തമായില്ല. അതിനാലാണ് ഇത്തരത്തിൽ സാക്ഷിയാക്കിയാൽ മതിയെന്ന ഒരു ഉപദേശം നിയമവിദഗ്ധരിൽ നിന്ന് ലഭിച്ചത്. അതായത് CPM കോൺഗ്രസും ചേർന്ന് ഇത്തരത്തിൽ രാഹുലിനെതിരെ നടത്തിയ നീക്കങ്ങളെല്ലാം പൊളിഞ്ഞെന്ന് ചുരുക്കം. എറണാകുളത്തെത്തിയ ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥരോട് രാഹുലിനെതിരായ ആരോപണങ്ങൾ നിലനിൽക്കില്ലെന്ന വ്യക്തമായ സന്ദേശമാണ് സർക്കാർ അഭിഭാഷകർ നൽകിയത്. എന്നാൽ രാഹുലിനെതിരെ കേസെടുക്കാനാണ് ക്രൈംബ്രാഞ്ച് തീരുമാനിച്ചത്. ഉന്നതങ്ങളിൽ നിന്നും അതിനുള്ള സമ്മർദ്ദം തങ്ങൾക്കുണ്ടെന്ന കാര്യം ഉദ്യോഗസ്ഥർ സർക്കാർ അഭിഭാഷകരെ അറിയിച്ചു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പിന് ഏതാനും മാസങ്ങൾ മാത്രം അവശേഷിക്കുമ്പോൾ രാഹുൽ വിഷയം സർക്കാർ തലത്തിൽ കൈകാര്യം ചെയ്യാനാണ് CPMന്റെ തീരുമാനം. പാർട്ടി ഇക്കാര്യത്തിൽ മൗനം പാലിക്കുകയും സർക്കാർ നടപടികളിലേക്ക് പ്രവേശിക്കുകയും ചെയ്യുന്ന പുതിയ അടവ് നയമാണ് രാഹുൽ വിഷയത്തിൽ CPM സ്വീകരിക്കുന്നത്. രാഹുൽ കഴിഞ്ഞ ദിവസം നിയമസഭയിൽ എത്തിയപ്പോൾ CPM അംഗങ്ങൾ നിശബ്ദത പാലിച്ചത് ഇതിന്റെ ഭാഗമാണ്. സാമൂഹിക മാധ്യമങ്ങളിൽ രാഹുലിന് ലഭിക്കുന്ന വമ്പിച്ച ജനപ്രീതി CPMനെ വല്ലാതെ അലോസരപ്പെടുത്തുന്നുമുണ്ട്. യുവതലമുറ രാഹുലിനൊപ്പമാണ് എന്ന വിശ്വാസം പാർട്ടിക്കുണ്ട്. അതിനാൽ MLAക്കെതിരെ നിയമപരമായ നടപടികൾ മാത്രം സ്വീകരിച്ചാൽ മതിയെന്നാണ് ഉന്നത പാർട്ടി നേതൃത്വം പ്രവർത്തകരെ അറിയിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം രാഹുലിനെ പേരിന് മാത്രമാണ് SFI പ്രവർത്തകരൊക്കെ തിരുവനന്തപുരത്ത് വെച്ച് തടഞ്ഞത്. തടയാൻ വന്ന ഒരു പ്രവർത്തകൻ ഇത് ഒരു മാതൃകാ തടയൽ മാത്രമാണെന്ന് രാഹുലിനോട് പറയാനും മറന്നില്ല. തനിക്കെതിരെ നീക്കങ്ങളിൽ രാഹുലിന് ഭയമില്ലാത്തതും അതുകൊണ്ടാണ്. ഏറി വന്നാൽ എന്ത് സംഭവിക്കുമെന്ന് രാഹുലിന് നന്നായി അറിയാം. തനിക്കെതിരെ ലൈംഗിക അപവാദ കേസിൽ FIR ഇടുകയാണെങ്കിൽ ഇത് റദ്ദാക്കാൻ രാഹുൽ കേരള ഹൈക്കോടതിയെ സമീപിക്കും. എറണാകുളത്തെ പ്രമുഖരായ അഭിഭാഷകരുമായി ഇക്കാര്യത്തിൽ രാഹുൽ തുടർ ചർച്ചകൾ നടത്തി വരികയാണ്. FIR രജിസ്റ്റർ ചെയ്താൽ എത്രയും വേഗം ഹൈക്കോടതിയെ സമീപിക്കാനാണ് നീക്കം. അങ്ങനെ വന്നാൽ FIR റദ്ദാക്കാൻ ഹൈക്കോടതി നിർദ്ദേശിക്കും. തനിക്കെതിരായ അപവാദ പ്രചാരണങ്ങൾക്ക് പിന്നിൽ CPM ആണെന്ന വ്യക്തമായ സന്ദേശം രാഹുലിന് ലഭിച്ചിട്ടുണ്ട്. അതേസമയം ചില പാർട്ടി നേതാക്കൾ രാഹുൽ വിഷയത്തിൽ കടുംപിടുത്തം വേണ്ടെന്ന നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. എന്നാൽ ഭൂരിപക്ഷം നേതാക്കളും ഇതിന് തയ്യാറല്ല. രാഹുൽ വിഷയം വീണുകിട്ടിയ ആയുധമായാണ് ചില CPM നേതാക്കൾ കരുതുന്നത്. എന്നാൽ CPM ഉന്നതർക്ക് പോലും ഇക്കാര്യത്തിൽ ആത്മവിശ്വാസമില്ല. നിയമസഭയിൽ ഹാജരായ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA പാലക്കാട് എത്തുന്നത് തടയാൻ BJP മുന്നിട്ടിറങ്ങുന്ന കാഴ്ചയായിരുന്നു. രാഹുൽ മണ്ഡലത്തിൽ എത്തിയില്ലെങ്കിലും അദ്ദേഹത്തിന്റെ ഓഫീസ് സജീവമായി പ്രവർത്തിക്കുന്നുണ്ട്.
തിരുവനന്തപുരത്ത് മന്ത്രി കെ രാജൻ പങ്കെടുത്ത റവന്യൂ അസംബ്ലിയിൽ മണ്ഡലത്തിന്റെ ആവശ്യങ്ങൾ സംബന്ധിച്ച് രാഹുൽ ഒപ്പിട്ട നിവേദനം സമർപ്പിച്ചിരുന്നു. നേരത്തെ ഫണ്ട് നീക്കിവെച്ച പദ്ധതികളുമായി ബന്ധപ്പെട്ടും തുടർ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്. ഒരു പൗരൻ എന്ന നിലയിൽ രാഹുൽ മാങ്കൂട്ടത്തിന് എവിടെ വേണമെങ്കിലും പോകാം. രാഹുൽ എത്തിയാൽ ഒപ്പം ഉണ്ടാകുമെന്ന് നഗരസഭാ കോൺഗ്രസ് കൗൺസിലർ മൻസൂർ മണലാഞ്ചേരി ഉൾപ്പെടെയുള്ളവർ പറഞ്ഞിരുന്നു. കേക്കച്ചന്റെ ഭീഷണികൾക്ക് വഴങ്ങിയാണോ രാഹുൽ മണ്ഡലത്തിൽ വരാതിരുന്നെന്ന ചോദ്യമൊക്കെ ഉയർന്നിരുന്നു. നിയമസഭാ സമ്മേളനം ആരംഭിച്ചപ്പോൾ രാഹുലിനെ യാതൊരു കാരണവശാലും നിയമസഭയിൽ പ്രവേശിപ്പിക്കില്ല എന്ന് പലരും വാശി പിടിച്ചു. എന്നാൽ രാഹുലിനെ ഇഷ്ടപ്പെടുന്ന എല്ലാവരും പറഞ്ഞു, എന്തൊക്കെ സംഭവിച്ചാലും നിങ്ങൾ നിയമസഭയിൽ എത്തണമെന്ന്. അതനുസരിച്ച് തന്നെയാണ് രാഹുൽ നിയമസഭയിൽ എത്തിയത്. എന്നാൽ അതിനുശേഷം അല്പസമയം കഴിഞ്ഞപ്പോൾ അദ്ദേഹം മടങ്ങുന്ന ഒരു കാഴ്ചയുണ്ടായിരുന്നു. മറ്റൊന്നും കൊണ്ടല്ല, രാഹുൽ ഉള്ളതുകൊണ്ട് തന്നെ അവിടെ എന്ത് സംഭവിച്ചാലും അതൊക്കെ രാഹുലിന്റെ തലയ്ക്ക് ചാർത്തും. അതുകൊണ്ട് അദ്ദേഹം മാന്യമായി അത് കൈകാര്യം ചെയ്തു എന്നുള്ളതാണ്. രാഹുൽ മണ്ഡലത്തിൽ എത്തുന്നത് കാത്ത് ആളുകൾ ദിവസങ്ങളെണ്ണി കാത്തിരിക്കുകയായിരുന്നു. രാഹുലിനെ തടയുവാനായി BJP പ്രവർത്തകർ ശനിയാഴ്ച വെളുപ്പിന് 4 മണി മുതൽക്ക് തന്നെ അരയും തലയും ഒക്കെ മുറുക്കി കാത്തിരുന്നതൊക്കെ പിന്നീട് വെറുതെ ആകുന്ന ഒരു കാഴ്ചയായിരുന്നു. രാഹുൽ തന്റെ മണ്ഡലമായ പാലക്കാട്ടേക്ക് എത്തില്ലെന്ന സൂചന രാവിലെ മുതൽക്ക് തന്നെ പുറത്തു വന്നതാണ്. ലോക്സഭയിലെ സംഭവങ്ങളെ പരിഗണിച്ചാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ MLA പാലക്കാടെത്തുന്നത് മാറ്റിവെച്ചത്. നിയമസഭാ സമ്മേളനം കഴിഞ്ഞ് മണ്ഡലത്തിൽ പ്രവേശിച്ചാൽ മതിയെന്ന് ധാരണയാവുകയായിരുന്നു. രാഹുലിനെ സംബന്ധിച്ചിടത്തോളം എന്ത് വില കൊടുത്തും പാലക്കാട് പ്രവേശിക്കുക തന്നെ ചെയ്യാം. സകല തീരുമാനങ്ങളും എടുത്ത് അദ്ദേഹം പാലക്കാടേക്ക് ശനിയാഴ്ച വരുവാൻ കാത്തിരിക്കുകയായിരുന്നു. പക്ഷേ സൗമ്യമായും ചിന്തിക്കേണ്ടടുത്ത് ചിന്തിച്ചും കാര്യങ്ങൾ ചെയ്യുന്ന ഒരു നേതാവാണ് രാഹുൽ. രാഹുലെ ഇത്തരത്തിൽ രാവിലെ പാലക്കാട് വന്നിരുന്നെങ്കിൽ കോൺഗ്രസ് പ്രവർത്തകർ തന്നെ സംരക്ഷിക്കാനുണ്ടാകും. അത് എന്തൊക്കെ പ്രതിബന്ധങ്ങൾ വന്നാലും പുറത്ത് ഒരു പോറൽ പോലും വീഴാതെ അവർ സംരക്ഷിക്കുമായിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ രാഹുൽ ഈ പാലക്കാടേക്ക് വന്നാൽ അതിനെ വെല്ലുവിളിയുടെ ഒരു പ്രതികാരത്തിന്റെ ഇമേജ് ഒക്കെ ആയിരിക്കും ഉണ്ടാവുക. അത് ചിലപ്പോൾ ഗുണത്തെക്കാൾ ദോഷം ചെയ്യുകയും ചെയ്യും. പ്രതിപക്ഷ നേതാവ് ഒരു കാര്യം പറയുമ്പോൾ ധിക്കരിച്ചുകൊണ്ട് പാലക്കാട് പ്രവേശിച്ചാൽ ഇപ്പോൾ നിയമസഭ നടക്കുകയാണ്. നിയമസഭയിൽ ഇടത് പക്ഷം ഇത് ആയുധമാക്കി എടുക്കുകയും ചെയ്യും. അത് മാത്രമല്ല, ഇതുപോലെ തന്നെ പ്രതിപക്ഷ നേതാവിനെ ഒതുക്കുവാനുള്ള ഒരു ശ്രമമായിട്ട് ഇതിനെ ഒരു കൂട്ടർ വ്യാഖ്യാനിക്കുകയും ചെയ്യും. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ പരാജയമായി ആഘോഷിക്കും. അത് ഒരു പക്ഷത്തിന്റെ പരാജയമായി ഇത് ആഘോഷിക്കപ്പെടും. പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയ അടക്കം ഇത് ആഘോഷിക്കും. ഇനി എങ്ങനെയൊക്കെ വന്നാലും ഇത് പാർട്ടിക്ക് ക്ഷീണം ചെയ്യും, പ്രതിപക്ഷ നേതാവിനും ക്ഷീണം ചെയ്യും. അതുകൊണ്ട് ബുദ്ധിപരമായി ഒരു നീക്കം അവിടെ ഉണ്ടായി. രാഹുൽ മണ്ഡലത്തിൽ എത്തിയാൽ തന്നെ സംരക്ഷണം ഒരുക്കുക എന്നത് സംസ്ഥാന സർക്കാരിന്റെ ചുമതലയാണ്. അദ്ദേഹം ഒരു MLA ആണ്. ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു MLAക്ക് അദ്ദേഹത്തിന് മണ്ഡലത്തിൽ പ്രവേശിക്കുവാൻ ആരുടെയും അനുമതി വേണ്ട. ആരെങ്കിലും തടഞ്ഞാൽ തന്നെ അതിനെ എതിർത്താൽ അതിനെ സംരക്ഷണം ഒരുക്കുക എന്നത് സംസ്ഥാന സർക്കാരിന്റെയും പോലീസിന്റെയും ചുമതലയാണ്.